പാഠം 1. ഒരു വിലാപം എന്നത് ഒരു സിനിമയുടെ പേര് മാത്രമല്ല. ആ സിനിമ പുറത്തിറങ്ങി 20 വർഷം കഴിഞ്ഞിട്ടും ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുടെ കൂടി പേരാണ്. ഓർമ്മയില്ലേ ആ 10ാം ക്ലാസ്സുകാരി ഷാഹിനയെ? പഠിക്കാൻ മിടുക്കിയായിട്ടും പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു 15കാരി പാവാടക്കാരിയെ? പറക്കാൻ തുടങ്ങും മുമ്പേ പാതി വഴിയിൽ ചിറകൊറ്റു വീണ ഒരു പൂമ്പാറ്റയെ? ഷാഹിനമാരുടെ കരച്ചിലുകൾ കൂടുകയാണ്, ഒട്ടും കുറയുകയല്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്കിടയിൽ ഒരു പുതിയ ഉണർവുണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെ. പക്ഷെ ആ ഉണർവ് കൊണ്ട് എന്ത് ഫലമുണ്ടായി എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്നത്. അപ്പോഴാണ് ഷാഹിനമാരുടെ വിലാപങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് നാം അറിയുന്നത്. ആർട്സ്, സയൻസ് വിഷയങ്ങളിൽ ഉന്നത ബിരുദം നേടിയ പെൺകുട്ടികൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ബിരുദമുള്ളവരും ഒട്ടും കുറവല്ല. പഠിച്ച് നല്ല മാർക്കും വാങ്ങി കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് ഇവരെല്ലാം. എന്നാൽ ഇവരിൽ എത്ര പേർ ആ അറിവും കഴിവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്? എത്ര പേർ തുടർന്ന് ജോലിക്ക് പോകുന്നുണ്ട്? കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ അറിവ് ഒരു കരിയറാക്കി മാറ്റാൻ ഇവരിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇവരുടെ കൂടെ പഠിച്ച ആൺകുട്ടികളുടെ സ്ഥിതി ഇതാണോ? അവരൊന്നും ജോലിക്ക് പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണോ? ഒന്നിച്ച് പഠിച്ച് ജയിച്ചവർ തമ്മിലുള്ള ഈ വ്യത്യാസം എന്തുകൊണ്ടാണ്? പൊതുവെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതൊരു നഷ്ടക്കച്ചവടമാണ് എന്നാണ് എല്ലാവരുടെയും ചിന്ത. എത്ര പഠിച്ചിട്ടെന്താ, വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാനല്ലേ എന്നാണ് സമൂഹത്തിന്റെ മനോഭാവം. ഭാവിയിലെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിലും പെൺകുട്ടി പുറത്തു തന്നെ. പെണ്ണിന് പണി കിട്ടിയാലും നേട്ടം ഭർത്താവിന്റെ വീട്ടുകാർക്കല്ലേ എന്നാണ് ന്യായം. ഇതാണ് സ്വന്തം വീട്ടുകാരുടെ മനസ്സിലിരിപ്പെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ ചിന്തിക്കുന്നത് മറിച്ചാണ്. ജോലിയുള്ളവൾക്ക് അഹങ്കാരം കൂടും. മാത്രമല്ല, വീട് പണിക്ക് പിന്നെ അവളെ കിട്ടുകയുമില്ല. ഈ ഓഡിറ്റിങ്ങിൽ പൊലിഞ്ഞു പോകുന്നത് പെണ്ണിന്റെ ഒരു പിടി സ്വപ്നങ്ങളാണ്. സ്വന്തമായി ഒരു ജോലി വേണം, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം, ആർക്കും ഒരു ഭാരമാവാതെ ജീവിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ കല്യാണത്തോടെ കടലെടുത്തു പോകുന്നു. നാട്ടിലെ സ്ഥിതി ഇതാണെങ്കിൽ മറുനാട്ടിലെ സ്ഥിതി ഇതിലേറെ അവതാളത്തിലാണ്. രാവും പകലും TV കണ്ടും മടുക്കുമ്പോൾ ഉറങ്ങിയും പിന്നെ അല്പസ്വല്പം അടുക്കളപ്പണിയും ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അവരിൽ മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ ജോലി കിട്ടാനിട്ടൊന്നുമല്ല. പക്ഷെ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അവരുടെ ഭക്ഷണം, വിദ്യാഭ്യാസം, ഭർത്താവിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ആ പാവങ്ങൾ അടുക്കള ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടും. ലോകാരംഭം മുതൽ പാരന്റിംഗ്, ഹൗസ് കീപ്പിംഗ് എന്നീ മഹത്തായ കാര്യങ്ങൾ പാവം പെണ്ണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്? അപ്പോൾ ഇവരെ പഠിപ്പിച്ച മാതാപിതാക്കളുടെ അധ്വാനത്തിനും പണത്തിനും എന്താണ് വില? ഇത്രയും കാലം അവരുടെ വിദ്യാഭ്യാസത്തിന് പൊതുമുതൽ ചെലവഴിച്ച സ്റ്റേറ്റിന്റെ നഷ്ടം ആര് നികത്തും? അറിവും കഴിവുമുള്ള ഇവരുടെ സേവനം നഷ്ടപ്പെടുന്നതിലൂടെ എത്രമേൽ വലിയ ദുരന്തമാണ് സമൂഹത്തിനുണ്ടാവുന്നത്. ഈ അവസ്ഥക്ക് മാറ്റം വരണം. ആണിനെ പോലെ പെണ്ണിനും ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബം പുലർത്താനുമുള്ള അവസരമുണ്ടാവണം. അതിന് ആദ്യം മാറേണ്ടത് സമൂഹമല്ല, പുരുഷനുമല്ല, സ്ത്രീ തന്നെയാണ്. സമൂഹത്തിന്റെ പുറമ്പോക്കിൽ വളരുന്ന കാട്ടുപുല്ലല്ല പെണ്ണെന്ന് അവൾ കാണിച്ചു കൊടുക്കണം. വിവാഹം കഴിഞ്ഞാലും പഠിക്കാനും അത് കഴിഞ്ഞ് ജോലിയെടുക്കാനും സമ്മതിക്കുന്ന ഇണമതി എന്നവൾ ആദ്യം തീരുമാനിക്കണം. ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന വീട് മതി എന്നവൾ ഉറപ്പിച്ചു പറയണം. അതിനുള്ള ചങ്കുറപ്പ് അവൾക്കുണ്ടാവണം. അവകാശങ്ങളുടെ താക്കോൽ ഇരന്നു വാങ്ങേണ്ടതല്ല, പിടിച്ചെടുക്കേണ്ടതാണ്.